ഇവിടെ ഇങ്ങനെ മീശ പോലെയൊക്കെ വരുമല്ലോ, രോമം അധികം തോന്നും ചിലർക്ക്. പിന്നെ മുഖത്ത് ഈ ഭാഗം ഇങ്ങനെയൊക്കെ വരും. അപ്പൊ അതൊക്കെ മാറാനുള്ള ഒരു ടിപ്പായിട്ടാണ് മുത്തശ്ശി വന്നിരിക്കുന്നത്. പിന്നെ കൈമിൽ വരും, കാൽമിലൊക്കെ വരും. അപ്പൊ അതൊക്കെ ഞാൻ നമ്മുടെ കിടിലം മുത്തശ്ശിയുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കണ്ടു. അത് നമ്മുടെ കയ്യിലും കാലിലൊക്കെ ഉള്ള അൺവാണ്ടഡ് ഹെയർസ് ഉണ്ടാവുമല്ലോ, അതൊക്കെ കളയാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു പാക്കാണ്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. കാരണം അത് സക്സസ് ആവുകയാണെങ്കിൽ പിന്നെ നല്ലതാണല്ലോ, നമുക്ക് വെറുതെ വാക്സ് ചെയ്യാൻ പോയി അങ്ങനെ വേദനയൊന്നും അനുഭവിക്കണ്ടല്ലോ. അപ്പം ഞാൻ അതൊന്ന് ചെയ്ത് നോക്കാൻ പോവുകയാണ്. അതിനായിട്ട് ആദ്യം തന്നെ നമ്മളൊരു 1/2 ഗ്ലാസ് പാലെടുത്ത് നമ്മളതൊന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി കഴിഞ്ഞപ്പോൾ അതിലോട്ട് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു. നന്നായി അത് ഒന്ന് മിക്സ് ആയപ്പോൾ അതിലോട്ട് ഇനി 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം പിന്നെ നമുക്ക്, നിങ്ങൾ ഗ്യാസിലാണ് വെച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത്രയും നേരം നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇനിയുള്ളതൊക്കെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലോട്ട് 1 ടീസ്പൂൺ കോഫി പൗഡർ ആഡ് ചെയ്യണം. ഓക്കെ, ഇതൊക്കെ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ കോഫി പൗഡർ ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു വെള്ളത്തോട് തന്നെയല്ലേ ഇരിക്കണേ. അപ്പോൾ നമുക്ക് അതൊന്ന് കുറുകി കട്ടയായിട്ടിരിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആട്ടയാണ് ആഡ് ചെയ്യുന്നത്. ആട്ട അത്യാവശ്യം നമുക്ക് ആ വെള്ളത്തോട് തന്നെ ഉള്ളത് മാറ്റിയിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാവണം. അപ്പോൾ പേസ്റ്റ് ആവാൻ വേണ്ടി എത്ര ആട്ടയാണോ വേണ്ടത് അത്ര ആട്ട നമ്മൾ ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായി കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉടച്ച് നന്നായി മിക്സ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പാക്ക് റെഡിയായി. ഇനി ഇത് നമുക്ക് നമ്മുടെ കയ്യിലോ കാലിലോ മുഖത്തോ എവിടെ വേണമെങ്കിലും തേക്കാം. കാരണം ഇത് തേച്ച് കഴിഞ്ഞിട്ട് അതിൽ മുത്തശ്ശി പറയുന്നുണ്ട്, ഇത് തേച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് കഴുകി കളയേണ്ടത് വെള്ളം വെച്ചിട്ടല്ല. ഇതൊരു 20 മിനിറ്റ് നമ്മൾ വെച്ചതിന് ശേഷം ഇത് ഡ്രൈ ആവുമല്ലോ. ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ ആട്ട എടുത്തിട്ട് തന്നെ, കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ട് തന്നെയാണ് നമ്മളത്, നമ്മൾ കയ്യിലാണ് ഇപ്പോൾ തേച്ചിരിക്കണേന്നുണ്ടെങ്കിൽ കയ്യിൽ നന്നായി അത് ആട്ട വെച്ചിട്ട് നന്നായി ഉരച്ച് അങ്ങനെ ചെയ്യുമ്പോഴാണ് മുടി പോകുകയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അത് ബോഡിയിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിക്ക് ഇത്രയും മുടിയുണ്ട് കേട്ടോ. എൻ്റെ കയ്യിലൊക്കെ അത്യാവശ്യം നല്ലോണം മുടിയുണ്ട്. അപ്പോൾ ഞാനിത് എന്തായാലും സക്സസ് ആവുമെന്ന് വിചാരിക്കണു. ഞാൻ കയ്യിലൊക്കെ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ സക്സസ് ആയിക്കഴിഞ്ഞാൽ നല്ലതാണ്. ഓക്കെ, അപ്പോൾ 2 കൈ ഞാൻ എന്തായാലും മുഖത്ത് ഇപ്പോൾ ചെയ്യുന്നില്ല, കയ്യിൽ ചെയ്യാമെന്നാണ് വിചാരിക്കണേ. അപ്പോൾ 2 കൈയിലും നന്നായിട്ട് ഈ പേസ്റ്റ് തേച്ച് അങ്ങനെ 20 മിനിറ്റ് കഴിഞ്ഞു. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡ്രൈ ആയല്ലോ. ഡ്രൈ ആയപ്പോൾ നമ്മൾ വെള്ളം വെച്ചിട്ടല്ല, ഈ ആട്ടപ്പൊടി വെച്ചിട്ട് തന്നെ നമ്മൾ നന്നായി കയ്യിലിങ്ങനെ ഉരച്ച് അങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ മുടി പോകുന്നതാണ് മുത്തശ്ശി പറഞ്ഞത്. പക്ഷേ എനിക്കെന്തോ ചെറിയ ഡൗട്ട്, കാരണം എൻ്റെ മുടിയൊന്നും അങ്ങനെ പോകുന്നതായിട്ട് തോന്നണില്ല. എന്തായാലും കുറച്ച് നേരം കൂടി ചെയ്ത് നോക്കാം. ഞാൻ വീണ്ടും ആട്ട എടുത്ത് കയ്യിൽ നന്നായി തേച്ച് അത് വെച്ചിങ്ങനെ ഉരച്ച് അങ്ങനെ ഉണങ്ങിയ, ഇപ്പം നമ്മൾ തേച്ച പേസ്റ്റ് നന്നായി ഉണങ്ങിയിട്ടുണ്ടാവുമല്ലോ, അത് ഈ ആട്ട വെച്ചിട്ട് തന്നെ ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എൻ്റെ ബോഡിയിലെ മുടിയൊന്നും അങ്ങനെ പോകുന്നില്ല, ഒട്ടും പോകുന്നില്ല. ഇനി ഞാൻ എന്തെങ്കിലും ചെയ്തതിൽ മിസ്റ്റേക്ക് പറ്റിയതാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അതോ ഇനി ഇത് ഒറ്റ യൂസിൽ റിസൾട്ട് കിട്ടില്ലെന്നാണോ? ഞാൻ വിചാരിച്ചത് ഇത് ഒറ്റ യൂസിൽ റിസൾട്ട് കിട്ടുന്നു കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതങ്ങനെ റിസൾട്ട് കിട്ടില്ലെന്ന്. അപ്പം അതെന്താ പറ്റിയേ? ഓക്കെ, നിങ്ങൾ ആരെങ്കിലും ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം എനിക്ക് ഒട്ടും എഫക്റ്റ് കിട്ടിയില്ല, ഒരു മുടി പോലും പോയില്ല. 3-4 പ്രാവശ്യമൊക്കെ ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് തന്നെ രോമം വരുന്നതൊക്കെ കുറഞ്ഞു തുടങ്ങും. അപ്പോൾ ഞാൻ കൈ വെള്ളമൊക്കെ വെച്ച് നന്നായി കഴുകി വന്നു. അപ്പോൾ എൻ്റെ കയ്യിന് ഒരു മാറ്റവും വന്നിട്ടില്ല, പഴയ പോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ആ വീഡിയോ ഒന്ന് പോയി കണ്ടപ്പോൾ അതിൽ മുത്തശ്ശി പറയുന്നുണ്ട് 3-4 പ്രാവശ്യം യൂസ് ചെയ്താൽ പെട്ടെന്ന് കുറഞ്ഞു തുടങ്ങും. സോ എനിക്ക് തോന്നുന്നു ഒറ്റ യൂസിൽ ഇതിന് റിസൾട്ട് കിട്ടില്ല.